തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു. സഭ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ കാര്യം. സഭ തൽക്കാലത്തേക്ക് ആ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് സഭ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനം സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇനിയിപ്പോൾ സാധാരണഗതിയിൽ കക്ഷി നേതാക്കളുമായി ചർച്ച വിളിക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നിലപാട് ഉണ്ടായില്ല. സ്പീക്കർ അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കാത്തതിനുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന് ഉണ്ടായി. എന്തായാലും ഇന്ന് ശൂന്യവേളയിലേക്ക് ചോദ്യോത്തരവേള റദ്ദാക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ നിർത്തിവെച്ചതെങ്കിൽ ഇന്ന് ശൂന്യവേളയിലേക്ക് കടക്കുമ്പോൾ ശൂന്യവേളയിൽ തന്നെ സഭ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഒരു പക്ഷേ ഇന്ന് സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസമായതുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. എന്തായാലും സഭ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. അജിംസ്, ശരി. സെയ്ഫ്, ഈ എത്ര ദിവസമാണ് ഈ സഭയുടെ ഈ സമ്മേളനത്തിന്റെ കാലാവധി? ഇത് വെട്ടിച്ചുരുക്കാൻ സാധ്യതയുണ്ടോ? സഭ നാളെയാണ് അവസാനിക്കേണ്ടത്. ഒക്ടോബർ മാസം 10-ാം തീയതി വരെയാണ് സഭാ സമ്മേളനം തീരുമാനിച്ചിരുന്നത്. പക്ഷേ പ്രതിപക്ഷം തുടർച്ചയായി ഇങ്ങനെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും സഭാ നടപടികളുമായി സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് തന്നെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാം എന്നുള്ള ആലോചന സർക്കാർ തലത്തിലും നിയമസഭാ സെക്രട്ടേറിയറ്റിലും നടന്നിരുന്നു. അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ സഭ അല്പസമയത്തിനകം തുടങ്ങുമ്പോൾ സ്പീക്കറുടെ നിലപാട് അറിയാൻ കഴിയും. സ്പീക്കർ ഇനി കക്ഷി നേതാക്കളുമായി ചർച്ച വിളിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും സഭ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇന്നലെ ഇല്ലായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലും സഭ നിർത്തിവെച്ചിരിക്കുന്ന സമയങ്ങളിൽ സ്പീക്കർ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പ്രതിപക്ഷത്തെ വിളിക്കാൻ വേണ്ടി സ്പീക്കർ തയ്യാറായിരുന്നില്ല. അല്ലെങ്കിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും വിളിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. കക്ഷി നേതാക്കളുടെ യോഗം വിളിക്കുമ്പോൾ എല്ലാ കക്ഷി നേതാക്കളും പാർലമെന്ററി കാര്യമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ് ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും കടന്നിട്ടില്ല. ഇന്നിപ്പോ സഭ ഈ അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചേക്കാം. അതിനകത്ത് എന്തായാലും തീരുമാനമെടുക്കേണ്ട ആൾ സ്പീക്കറാണ്. അത് വിളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭ നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പശ്ചാത്തലത്തിലാണ് സഭ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. അജിത്, ശരി. സെയ്ഫ്, ഒറ്റ കാര്യം കൂടി. ഈ പ്രതിഷേധം ഇങ്ങനെ സഭയിൽ തുടരുക, പുറത്ത് ഈ വിഷയം ഉന്നയിച്ച് സഭയിൽ തുടരുക, ഇതാണോ പ്രതിപക്ഷത്തിന്റെ സ്ട്രാറ്റജി? അതെ, രാഷ്ട്രീയമായി അങ്ങനെ ഒരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയം അത് നമുക്കറിയാവുന്നതാണ്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് NSSന്റെ പിന്തുണ കിട്ടുന്നു, SNDPയുടെ പിന്തുണ കിട്ടുന്നു, ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ സർക്കാരിന് കിട്ടുന്നു. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് നേരിയ തിരിച്ചടി ആ വിഷയത്തിൽ ഉണ്ടാകുന്നു. സ്വർണം കട്ടവരാണ് അയ്യപ്പ സംഗമം നടത്തിയത് എന്നുള്ളതാണ് ആദ്യ ദിവസം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഈ വിഷയം ഉയർത്തി ശബരിമല എന്ന് പറയുന്നത് എല്ലാ കാലത്തും സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏത് മുന്നണിയെ സംബന്ധിച്ചാലും തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. വിശ്വാസ സമൂഹത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നേരിയ എഡ്ജ് ഇടതു മുന്നണിക്കുണ്ടായ പശ്ചാത്തലത്തിൽ ആ എഡ്ജിനെ മറികടക്കാൻ വേണ്ടി അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം. അതിനെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരെടുത്തിരിക്കുന്ന തീരുമാനം. അതുകൊണ്ടാണ് കഴിഞ്ഞ 4 ദിവസവും സഭയുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാതെ അവർ മുന്നോട്ട് പോകുന്നത്. സഭ ബഹിഷ്കരിക്കുന്നു, സഭ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന പ്രതീതി പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടന്നിട്ടുള്ളത്. അതിനകത്ത് സംശയമില്ല. അതിപ്പോ സഭാ സമ്മേളനം അവസാനിച്ചാൽ പോലും വരും ദിവസങ്ങളിൽ പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് അത് കത്തിച്ച് നിർത്താൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്ത് എഡ്ജ് നേടിയെടുത്താൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഏത് മുന്നണിക്കായാലും LDF ആയാലും UDF ആയാലും ഏത് മുന്നണിക്കായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുകയുള്ളൂ. ഈ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ ഇങ്ങനെ ഉയർത്തി നിർത്തിക്കൊണ്ട് പരമാവധി പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരെടുത്തിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനം. സേഫ് സൈനിൽ വിവരങ്ങൾ നൽകിയത്. സഭ ഇന്നും പ്രക്ഷുബ്ധമായി. മിക്കവാറും നാളത്തേക്ക് കൂടി നീട്ടാതെ സഭ ഇന്ന് തന്നെ വെട്ടിച്ചുരുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സേഫ്, ഇപ്പോൾ സഭയിൽ എന്താണ് സംഭവിക്കുന്നത്?
സഭ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് ജിംസ്. സഭാ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പശ്ചാത്തലത്തിലാണ് സ്പീക്കർ എൻ ഷംസീർ സഭ നിർത്തിവെച്ചത്. ആദ്യത്തെ 2 ദിവസം, അതായത് ഇന്നലെ അല്ലാതെ അതിന്റെ തലേന്നും തലേ ദിവസവും ആ ദിവസങ്ങളിൽ 2 ദിവസവും ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടായ പശ്ചാത്തലത്തിൽ ഒരു 9:15 കൂടി അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചോദ്യോത്തരവേള റദ്ദാക്കിക്കൊണ്ട് സഭ നിർത്തിവെക്കുകയും പിന്നീട് ശൂന്യവേളയിലേക്ക് കടക്കുകയും ശൂന്യവേള പോലും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ അത് നടപടികൾ വേഗത്തിലാക്കി സഭ പിരിയുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ 2 ദിവസം നമ്മൾ കണ്ടത്. പക്ഷെ ഇന്നലെ സഭ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നു. അങ്ങനെ ബില്ലുകൾ ഇന്നലെ പാസ്സാക്കിക്കൊണ്ട് വിടുന്നു. ഇന്നിപ്പോൾ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ചു. 1 മണിക്കൂറോളം ആ പ്രതിഷേധം നീണ്ടുനിന്നു. ആ പ്രതിഷേധം നീണ്ടുനിന്നപ്പോഴും സഭാ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാർ എടുത്തത്, അല്ലെങ്കിൽ സ്പീക്കർ എടുത്തത്. സ്പീക്കർ എടുത്ത് 1 മണിക്കൂറോളം ആ ചോദ്യോത്തരവേള നീണ്ടുനിന്നു. ശൂന്യവേളയിലേക്ക് കടക്കുമ്പോൾ ശൂന്യവേളയിൽ ഉടൻ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കുറച്ചുകൂടി കടുപ്പപ്പെട്ടതാകുന്നു. അങ്ങനെയാണ് ചോദ്യോത്തരവേള ഇപ്പോൾ നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ചോദ്യോത്തരവേള നിർത്തിവെച്ച് ഇപ്പോൾ സ്പീക്കർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ചർച്ചയ്ക്ക്, കക്ഷി നേതാക്കളുടെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചേക്കാം. അതിനുശേഷം സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുമോ ഇല്ലയോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ പ്രതിപക്ഷം സഹകരിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. നാളെയാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയേണ്ടത്. നാളെ അനിശ്ചിതകാലത്തേക്ക് പിരിയേണ്ട സഭ അത് ഇന്ന് തന്നെ അനിശ്ചിതകാലത്തേക്ക് പിരിയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന അവസാന സഭാ സമ്മേളനമായതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകേണ്ട സഭാ സമ്മേളനമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ച കഴിഞ്ഞ 3-4 ദിവസം അങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ച ഉണ്ടായില്ല. പക്ഷെ പ്രതിപക്ഷത്തിന് കിട്ടിയ വലിയ ആയുധം തന്നെയാണ് സ്വർണ്ണപ്പാളി വിവാദം. അതിനെ പരമാവധി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള നീക്കം പ്രതിപക്ഷം നടത്തുന്നതാണ് നമുക്ക് സഭയിലെ ഫ്ലോറിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് തുടർച്ചയായി തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സഭ സ്തംഭിപ്പിക്കാനുള്ള തീരുമാനമെടുത്ത് അത് നടപ്പാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഇരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സഭ പുനരാരംഭിക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണെന്ന് നോക്കി കാണേണ്ടതാണ് ജിപ്സ്. വേമ്പനാട്ട് കായലിൽ ഹൗസ് ബോട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. നിലവിൽ വേമ്പനാട് കായലിന്റെ ക്യാരിയിങ് കപ്പാസിറ്റി അനുസരിച്ച് പ്രസ്തുത കായലിൽ ഉൾക്കൊള്ളുന്ന യാനങ്ങളുടെ അപ്പർ ലിമിറ്റ് കണ്ടെത്തി അതിനനുസരിച്ച് പുതിയ വെസലുകൾക്ക് രജിസ്ട്രേഷൻ നൽകാം എന്ന അഭിപ്രായമാണ് അന്ന് ഉയർന്നു വന്നത്. എന്നാൽ ഈ വിഷയങ്ങൾ നിലവിൽ കോടതിയുടെ പരിഗണനയിലായതിനാൽ അവിടെ നിലവിൽ തുറമുഖ വകുപ്പിന് കപ്പാസിറ്റി പഠനം സാധ്യമായിട്ടില്ല. ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിന് യോജിച്ച പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. പുതിയ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾക്കുള്ള പദ്ധതി നിർദ്ദേശം ടൂറിസം വകുപ്പ് പരിശോധിക്കുകയാണ്. സർ, നിലവിൽ കുമരകം STPAയും കാക്കനാട് ഇൻഫോ പാർക്കിന്റെ STPAയുമാണ് ആശ്രയിക്കുന്നത്. കോട്ടയം DTPCയിൽ സ്വീവേജ് ബാർജ് സംവിധാനമുണ്ട്. ആലപ്പുഴയിൽ ബാർജ് വാങ്ങുന്നതിന് 97,29,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഗാർഹിക തലത്തിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുവാൻ ആലപ്പുഴ മുനിസിപ്പാലിറ്റി മുൻകൈയെടുത്ത് വാങ്ങിയ 2 മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റുകൾ ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യ സംസ്കരണത്തിന് കൂടി ഉപയോഗിക്കുവാൻ സാധിക്കുമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം പരമാവധി ഒഴിവാക്കുന്നതിനും പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനും ബോട്ടുകളിൽ തന്നെ കുടിവെള്ളം, ഭക്ഷണം എന്നിവ ക്രമീകരിക്കുന്നതിനും ബോട്ട് ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രകൃതി സൗഹൃദ പെരുമാറ്റ ചട്ടം തയ്യാറാക്കി എല്ലാ ഹൗസ് ബോട്ട് ഉടമകളുടെ സംഘടനകൾക്കും അയച്ചു നൽകിയിട്ടുണ്ട്. ഹൗസ് ബോട്ടുകളിലെ ഖരമാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ തരംതിരിച്ച് ശേഖരിക്കുന്നതിനായി 4 നിറങ്ങളിലുള്ള കളക്ഷൻ ബാസ്ക്കറ്റുകൾ ബോട്ടുകളിൽ സ്ഥാപിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ഹൗസ് ബോട്ട് ഉടമകളുടെ സംഘടനകൾ മുഖാന്തരം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകൾക്ക് കൈമാറുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വീവേജ് മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് എല്ലാ ഹൗസ് ബോട്ടുകളിലും ബയോ ടാങ്കുകൾ ഫിറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ബയോ ടാങ്കുകളുള്ള ഹൗസ് ബോട്ടുകൾക്കാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റുകൾ ഉള്ള ഹൗസ് ബോട്ടുകൾക്ക് മാത്രമേ സർവേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയുള്ളൂ. ഈ നിലയിൽ കായൽ ടൂറിസത്തെ ആവശ്യമായി നിലനിർത്തുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്.